This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. KPK ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പെരുന്തട്ട വില്ലേജിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരെയും LSS, USS സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. പൊറക്കുന്നിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച P. മനോഹരനെ ആദരിക്കുകയും ചെയ്തു. OK ബിജു മാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് K. ലളിത ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ P. പ്രശാന്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. P. പ്രകാശൻ, MK ബാലൻ മാസ്റ്റർ, MK സന്തോഷ്, P. മനോഹരൻ, P. രാഘവൻ, OK രനീഷ്, P. രവീന്ദ്രൻ, T. സുരേഷ് ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രീത KV സ്വാഗതവും ശങ്കരൻ തെക്കിനിയിൽ നന്ദിയും രേഖപ്പെടുത്തി. പൊസിഷൻ പെരിങ്ങോം കോളേജിൽ നിന്ന് റിട്ടയർമെന്റായി നിൽക്കുമ്പോൾ ഒരു നല്ല വഴിയിലൂടെയല്ല വന്നത്, അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ്. ആ കാലത്ത് ഗവൺമെന്റ് കോളേജ് പൈനോ കോളേജിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ്. ഏകദേശം ഞാനും മനോഹരനെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. അപ്പോൾ തവിടശ്ശേരി എന്ന ഈ കുഗ്രാമത്തിൽ നിന്ന് മണിക്കൂറുകളോളം നടന്ന്, അന്ന് +2 ഒന്നും സ്കൂളിലില്ല, കോളേജിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 5 വർഷവും പൈനോ കോളേജിലേക്ക് നടക്കണം. എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ചെരുപ്പില്ല. അപ്പോൾ പൈനോ കോളേജ് എൻ്റെ ഒരു ആത്മകഥാ കുറിപ്പിൽ ഞാൻ ഈ KPKയിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്നാണോ വരുന്നതെന്ന് കളിയാക്കി ചിരിച്ച സീനിയർ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ആ കാലത്ത്. പിന്നെ അത്ര പോലും ത്യാഗം ചെയ്ത് നമ്മുടെ ഈ ഉൾനാട്ടിൽ നിന്ന് ഒരുപാട് പരാധീനതകൾ, സാമ്പത്തിക പരാധീനതയും മറ്റു പരാധീനതകളിൽ നിന്നും തരണം ചെയ്ത് ഒരു ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് മനോഹരനെ പോലെ ഇന്ന് എത്തിയ സ്ഥിതി വളരെ ത്യാഗമുള്ളതാണ്. അത് നിങ്ങൾക്കെല്ലാം ഒരു പെട്ടുകഥയായി തോന്നും. മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് വരുന്ന വഴി വാഴിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരാണ് നിങ്ങൾ. നിങ്ങളുടെ വിജയത്തിന് പിന്നിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഒരു കാലഘട്ടമല്ല ഇത്. വളരെ ഭയാനകമായ ഒരു, നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു കാലത്തുനിന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മൾ ആരംഭിച്ചത് മുതൽ ഇത്തരം അനുമോദന പരിപാടികൾ നടത്തി വരാറുണ്ട്. ഈ പെരുന്തട്ട വില്ലേജിലെ എല്ലാ കുട്ടികളെയും നമ്മൾ അത്തരത്തിൽ ഈ ഒരു അനുമോദ സദസ്സിലേക്ക് എത്തിക്കാറുണ്ട്. ഏതാണ്ട് 10-30ഓളം കുട്ടികളാണ് നമ്മുടെ ഈ ഒരു അനുമോദന ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് നമുക്കൊരു ഏറെ പ്രശസ്തനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഒരു അനുമോദന ചടങ്ങ് നടത്തുന്ന ഒരു ചുരുക്കം ചില സംഘടനകളിൽ ഒന്നാണ് KPK ഫൗണ്ടേഷൻ. പ്രാപ്തരാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വായനാശീലമാണ്. നമ്മോ ജൂൺ 19 മുതൽ വായനാ വാരങ്ങളൊക്കെ ആഘോഷിച്ചു വരികയാണ്. നമ്മുടെ എത്ര കുട്ടികൾ ഇവിടെ ദിവസേന പത്രം വായിക്കുന്നവരായിട്ടുണ്ട്? നമ്മുടെ മക്കൾ എത്ര പേർ എല്ലാ ദിവസവും ഒരു പത്രമെങ്കിലും വായിക്കുന്നവരായിട്ടുണ്ട്? ആർക്കും കൈവക്കാനില്ലേ? മക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ പാഠപുസ്തകം വായിക്കാനുള്ള അതേ ത്വരയോടുകൂടി നിങ്ങൾ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും അന്നത്തെ പത്ര വായനക്ക് നീക്കി വെക്കുക എന്നതാണ്. KPK ക്ലബിന് നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം, എങ്ങനെയൊക്കെ അവരെ കൈപിടിച്ച് നടത്തിക്കാം എന്നതിൻ്റെ ഒക്കെ ഒരു ഉദാഹരണമാണ് ഇതുപോലുള്ള അഭിനന്ദനങ്ങളൊക്കെ. അപ്പൊ ഞാനൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കള് വളരെ ഭാഗ്യവാന്മാരാണ്. നമ്മുടെയൊക്കെ കാലഘട്ടം, ഇവിടെ പുറകിലിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളുടെയൊക്കെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് വളരെ ദുർഘടം പിടിച്ച, വളരെ വിഷമം പിടിച്ച ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ മക്കളെ നേടിയെത്തിയത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്കുണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ നിന്ന് കുട്ടികളുടെ ഒരു തമാശ ചോദിക്കും. ഈ KPKയുടെ സെക്രട്ടറിയായ സർവീസിൽ നിന്ന് 21 വർഷം സുസ്ഥിരമായ സേവനത്തിന് ശേഷം ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന, നാട്ടിലെ കാര്യപരിപാടിയിലേക്ക് ഇറങ്ങുന്ന മനോഹരൻ P. ഞങ്ങളെല്ലാം ഒത്തൊരുമയുടെ കൂട്ടായ്മയാണ് ഇതൊക്കെ. അത് മനോഹരൻ്റെ എന്നുള്ള ഒരു നെടുന്തൂണുള്ളത് കൊണ്ടാണ് ഈ KPK ഫൗണ്ടേഷൻ ഇങ്ങനെ പോകുന്നത്. അദ്ദേഹത്തിന് ഈ ആദരവ് നേടാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം തന്നെയാണ്. ഈ വേളയിൽ അദ്ദേഹത്തിന് KPKയുടെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുമാത്രമല്ല
KPKയുടെ പിന്നെ മറ്റൊരു അംഗം കൂടിയായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അംഗം കൂടിയായ ബാബു മാഷ് എന്നിവർക്കും KPKയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം കാഞ്ചി കുലുങ്ങി കടലിഴിക്കോണുകൾ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ പൊങ്ങി ഒഴുകുമോടയാടയിലുളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്നീ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.